ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ വൈകാതെ മേഡത്തിന് വന്ന് കാണും. വിവാഹത്തിന്റെ മുഹൂർത്തം തീരുമാനിക്കുന്ന കാര്യം സംസാരിക്കാൻ. അതിന് സമയമുണ്ടല്ലോ. സമയമുണ്ട് കഥ. ഒട്ടുമില്ല മമ്മി, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. എന്നിട്ടേ ഈ പെർഫെക്റ്റ് ബിസിനസ്മാന് എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ മാഡം, എനിക്ക് സിറ്റിയിൽ ബന്ധുക്കളുമില്ല, കൃഷ്ണയെ പോലെ വേറൊരു കുട്ടിയുമില്ല. രണ്ടുപേരും വേഗം പോകാൻ നോക്ക്. അല്ല തങ്കം, ഇനി ഈ വീട്ടിലേക്ക് വരികയോ എന്റെ മോളെ വിളിക്കുകയോ ചെയ്യരുത്. ഇറങ്ങി പോവാനാ പറഞ്ഞത്. തങ്കേച്ചി, ഞങ്ങള് വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. തങ്കം, ഞങ്ങളൊരു സംശയം തോന്നി ചോദിച്ചെന്നേ ഉള്ളൂ. തങ്കത്തിന് ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. വാ. അയ്യോ, പാല് വാങ്ങി വന്നപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ഇറങ്ങാണോ? തിരക്കുണ്ട് മോളെ, ഗീതേച്ചി വിളിച്ചിരുന്നു. അതെന്താ അമ്മേ അവരുടെ മുഖം അല്ലാതിരിക്കുന്നേ? എനിക്കറിയില്ല. അമ്മ അവരോട് വല്ലതും പറഞ്ഞോ? ഞാൻ എന്ത് പറയാനേ? അമ്മ എന്താ വല്ലാണ്ട് പേടിച്ച പോലെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. എല്ലാരും ചോദ്യങ്ങൾ ചോദിക്കാൻ എന്റെ മുന്നിലേക്കാ വരുന്നേ. പിന്നെന്താ അറിയേണ്ടത്? നീ കേറി പോകുന്നുണ്ടോ അകത്തേക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം. ഇന്ന് മമ്മിക്ക് മോളുടെ കൂടെ തന്നെ കുറെ സമയം സ്പെൻഡ് ചെയ്യണം. ഞാനത് ആഗ്രഹിച്ചു മമ്മി. ഇന്നലെ നവീനോടുള്ള പിണക്കം കാരണം നമ്മൾ തമ്മില് നന്നായിട്ട് സംസാരിച്ചു പോലുമില്ല. മമ്മി, റിയലി ഐ ആം സോറി. ഏയ്, ഇറ്റ്സ് ഓക്കെ. മോള് വാ. ഇതെന്താ സാറേ, ഇത്രയായിട്ടും മാഡത്തിന്റെ പിണക്കം മാറിയില്ലേ? എനിക്കറിയില്ല സാറേ, ഈ പ്രണയത്തിന്റെ പിണക്കം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നത് വലിയ അപകടാ. മതി. തന്റെ പ്രണയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇനി വിളമ്പണ്ട. ഇന്നലെ താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളെ വണ്ടി കയറ്റിയത്? ഒന്നിച്ച് സഞ്ചരിച്ചല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാല് അത് സാറേ, സാറ് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആവണം. ഞാൻ എന്താ ഗാന്ധിയുടെ മുന്നിൽ പോയി തലകുത്തി നിൽക്കണം? ഏയ്, അതിലൊരു ഭംഗി ഉണ്ടാവില്ല. സാറ് വാ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. എന്നാ പിന്നെ നോക്കല്ലേ? പിന്നെ അല്ലാതെ. സാറങ്ങോട്ട് ചെല്ലുന്നേ. ഓക്കെ ആവും. ഹായ് മാഡം. ഹായ്. പിണക്കം മാറിയില്ലല്ലേ? എന്ത് പിണക്കം? അയ്യോ, അത് മേഡത്തിനോടല്ല, ഗാന്ധിയോടാ. സത്യത്തിൽ ഇത് ടോർച്ചറിങ് ആട്ടോ. മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഇനിയും പിണങ്ങിരിക്കാനാണ് ഉദ്ദേശം? കുറച്ച് പിന്നെ അറിയും. ഗാഥ, നമ്മൾ ഇന്നലെ ഒന്നിച്ച് യാത്ര ചെയ്തല്ലേ? ഒന്നിച്ച് ഐസ്ക്രീം കഴിച്ചതല്ലേ? പിന്നെ എന്തിനാ പിണക്കം? ഒന്നിച്ച് യാത്ര ചെയ്തെന്നോ? ഐസ്ക്രീം കഴിച്ചെന്നോ? പിണക്കം ഇല്ലാന്ന് മമ്മിയെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതായിരിക്കും. സാറേ, ഒന്ന് പോയി നോക്ക്. You look so cute.
kill me, it's better. ഞാൻ തോറ്റു, കീഴടങ്ങി. ഓക്കെ, അംഗീകരിച്ചു. ഓ സമാധാനമായി. ഗാഥമാർത്തിന് പിണക്കം കാരണം സാർ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ? മാഡം, അച്ഛൻ വൈകാതെ മാഡത്തിന് വന്ന് കാണും. വിവാഹത്തിന്റെ മുഹൂർത്തം തീരുമാനിക്കുന്ന കാര്യം സംസാരിക്കാൻ. അതിന് സമയമുണ്ടല്ലോ. സമയമുണ്ട് കഥ. ഒട്ടുമില്ല മമ്മി, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. എന്നിട്ടേ ഈ പെർഫെക്റ്റ് ബിസിനസ്മാന് എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ മാഡം അച്ഛനെ അയക്കാലോ അല്ലേ? ആ, അയച്ചോളൂ. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. അവിടത്തെ ഒരു പുരുഷനും താൻ വിവാഹം ചെയ്ത ആദ്യ ഭാര്യയുമായി അധികം ജീവിച്ചിട്ടില്ല. എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ. ഞാനിത് മുടക്കും, എങ്ങനെയെങ്കിലും മുടക്കും. അളിയോ, കുപ്പിയൊന്നുമില്ലേ? ഫോറിൻ ഈ ഫോറിൻ സാധനമൊക്കെ കുടിച്ചു മടുത്തടാ. ഇപ്പൊ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഇവള് സമ്മതിക്കണ്ടേ? നാളെ ആവട്ടെ. ദാ, നാളെ സാധനം വല്ലതും കിട്ടൂ. പറഞ്ഞാ പോരെ? ഇപ്പൊ വേണം? ഇപ്പൊ വേണ്ട. ആഹാ, എന്റെ സുനന്ദേ, നിന്റെ ആങ്ങളുടെ ഒരു ചെയ്ത്ത് കണ്ടോ? കള്ളു വേണമെന്നായി ചോദിക്കുന്നേ. ചേട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത പണിയൊന്നും ഒപ്പിക്കണ്ട കേട്ടോ. അളിയൻ വന്നോന്ന് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും ഈ ഫോറിൻ കുപ്പി കിട്ടാനാ. 1-2 എന്തായാലും ഉണ്ടാവും. ഞാൻ ഓരോന്ന് ഒഴിച്ചു തരാന്നാ പറഞ്ഞിരിക്കുന്നേ. ഇനി പദം ചെയ്യും. ഇത്തവണ ഗോപാലം വന്നപ്പോഴേ കുപ്പിയിലാക്കി പെട്രോളാ കൊണ്ടതെന്ന് പറഞ്ഞാ മതി. അല്ല പിന്നെ വല്ല കാര്യമുണ്ടോ? എന്തു പറ്റിയടാ ഗോപാല നിനക്ക്?